ഇവര് കരഞ്ഞിട്ട് ഒരു നിൽപ്പ് വെക്കും. അതായത് ശ്വാസം എടുക്കൂല, ഒന്നും എടുക്കൂല. ചിലപ്പോ ഒന്നും തന്നെ ഉണ്ടാവൂല. നമുക്ക് തന്നെ പേടിയായി പോകും. ഇസ് ദാറ്റ് നോർമൽ? അല്ല, അതിനെ ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽ എന്ന് പറയും. അതൊരു ബിഹേവിയറൽ ഡിസോർഡർ ആണ്. ചെറിയ കുഞ്ഞുങ്ങൾ, അതൊരു അസുഖമല്ല. അത് ചില കുഞ്ഞുങ്ങൾ ചെയ്യുന്ന രീതിയാണ്. അപ്പം അതിന് നമ്മൾ അമ്മമാരോട് പറയാറുള്ളത്, ഒന്ന്, നിങ്ങൾ പാനിക് ചെയ്യാതിരിക്കുക. വി വിൽ ടീച്ച് യു ഹൗ ടു ഹാൻഡിൽ ദിസ്. ഇത് കുഞ്ഞ് ബ്രെത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ കുഞ്ഞിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്താൽ അത് തന്നെ ബ്രെത്ത് എടുത്തോളും. അത് സ്റ്റിമുലേറ്റ് ചെയ്യാവുന്ന ഒന്ന്, മുഖത്ത് ഇത്തിരി വെള്ളം തളിക്കുക. അപ്പം അതിൻ്റെ മൂക്കിലൊക്കെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ, അതുകൊണ്ട് അതിൻ്റെ ഈ സൈക്കിൾ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പുറത്തൊരു ചെറിയ നല്ല അടി കൊടുക്കുക. അപ്പോൾ ആ ഒരു പെയിൻ ഉണ്ടാവുമല്ലോ, അത് ഇതിനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ടത്. പകരം അമ്മ പാനിക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരും. കുഞ്ഞൊരു ഫിറ്റിലേക്ക് പോവാം. കുഞ്ഞ് ബ്രെത്ത് എടുക്കുന്നില്ല എന്നുള്ള സത്യമാണ്. ബ്രെത്ത് എടുക്കണം എന്നുള്ള കുഞ്ഞിനെ അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാനായിട്ട് കുഞ്ഞിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്.